കേരളം ടീം UDF തൂക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ, മറ്റാരുണ്ടെന്ന് ചോദിച്ചില്ലേ, ഞങ്ങളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ. ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരളം ജയിച്ചു, ഇനി കേരളത്തെ UDF നയിക്കുമെന്നും VD സതീശൻ കുറിച്ചു. ടീം UDF തൂക്കി എന്ന ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ കൂട്ടത്തോൽവിയാണ് കാണുന്നത്. കണ്ണൂരിൽ ഉൾപ്പെടെ പലയിടത്തും ഇടതുകോട്ടകൾ UDF സ്ഥാനാർത്ഥികൾ തകർത്തു. UDFിന് ഐതിഹാസിക വിജയം നൽകിയ കേരളത്തിലെ ജനങ്ങളോട് പ്രചാരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി അറിയിക്കുന്നു എന്ന് VD സതീശൻ പറഞ്ഞു. വിജയം ചരിത്രപരമായ അനിവാര്യതയാണ്. കേരള ജനത കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ജനവിധി. ഈ ജനവിധി ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുന്നു. ജനവിധിയെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്നു. കേരളത്തിലെ UDF പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചു. 100 സീറ്റ് കിട്ടുമെന്ന് ആദ്യം മുതൽ തന്നെ വിലയിരുത്തി. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് LDFിന് അതുക്കും മേലെ കിട്ടുമെന്നാണ്. മുൻ തെരഞ്ഞെടുപ്പുകൾ സർക്കാരിനെതിരായ വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അതുതന്നെയാകും പറയുക. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റ് ായ ആളുകളും UDFിന് വോട്ട് ചെയ്തു. കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഒരു വിഭാഗം ഇത്തവണ UDFിന് വോട്ട് ചെയ്തു. അവരോട് നന്ദി അറിയിക്കുന്നു. 5 ഗ്യാരണ്ടികൾ ഉടൻ നടപ്പിലാക്കും. UDF മുന്നോട്ട് വച്ച പോസിറ്റീവ് അജണ്ടകൾക്ക് ജനം നൽകിയ അംഗീകാരം കൂടിയാണ് വിജയമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ജയം സമ്മാനിച്ചതിനോട് ജനങ്ങളോട് നന്ദി പറഞ്ഞ് KC വേണുഗോപാൽ. 10 വർഷത്തെ പോരാട്ടത്തിൽ പ്രവർത്തകർ കള്ളക്കേസും മർദ്ദനവും നേരിട്ടു. തരംഗമുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞു. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടേത് സാങ്കേതിക വിജയം മാത്രമാണ്. UDFിന്റെ മുദ്രാവാക്യം പിണറായിയുടെ നാടും അംഗീകരിച്ചു. UDF പ്രവർത്തകരാണ് താരങ്ങളെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വാമനപുരത്തെ UDF സ്ഥാനാർത്ഥിയെ SDPI സ്ഥാനാർത്ഥി എന്ന് വിളിച്ചു. വാമനപുരം മതേതര മാതൃക കാട്ടിക്കൊടുത്തു. തവനൂരിലും മതേതര മാതൃകയുടെ വിജയമാണുണ്ടായത്. BJPയുമായി ഡീൽ നടത്താൻ പോയ CPMനെതിരെ അണികളിൽ നിന്നുപോലും വികാരമുണ്ടായി എന്നും KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്നും UDFിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. 7ാം തവണയും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ RC അഥവാ രമേശ് ചെന്നിത്തല. ഇത്തവണ ചെന്നിത്തലയുടെ വിജയത്തിന് മധുരം കൂടുതലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്നാണ് ചെന്നിത്തല. ഹരിപ്പാടുകാർ ജയിപ്പിച്ചുവിട്ട MLA മുഖ്യമന്ത്രിയാകുമോ എന്നറിയാൻ ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി.